ഇപ്പോൾ എല്ലാവർക്കും ഫോട്ടോവിബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷട്ടർ സ്പീഡിനെ പറ്റിയിട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ISO പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിരിക്കാം. ആ വീഡിയോ ഒന്ന് കയറി കാണുന്നത് നന്നായിരിക്കും. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ പറയുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ISO പറ്റിയായിട്ടാണ്. ISO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ ഒരു സെൻസറാണ്. അതിന്റെ സെൻസിറ്റിവിറ്റിയാണ് ഈ ISO കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം രാത്രിയിൽ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ഇൻഡോർ ഒരു ഫോട്ടോ എടുക്കണം. ലൈറ്റ് തീരെ കുറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് ആവശ്യമാണ് ആ ഒരു ഫോട്ടോ നമുക്ക് കിട്ടാനായിട്ട്. അങ്ങനെ ഉള്ളപ്പോൾ ക്യാമറയ്ക്കകത്തായാലും ഫോണിനകത്തായാലും മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്തിട്ട് കുറച്ചുകൂടെ കൂട്ടിയിട്ടിട്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള ലൈറ്റ് ആക്കി ആ ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനെയാണ് ഈ ISO എന്ന് പറയുന്നത്. അപ്പോൾ ISOയെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് ISOയുടെ റേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ISOയുടെ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒട്ടുമിക്ക DSLR ക്യാമറകളിലും കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ISO റേഞ്ച് സ്റ്റാർട്ടിങ് ഒരു 100 തൊട്ടാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള EOSRൽ 40,000 വരെയാണ് മാക്സിമം ISO റേഞ്ച്. അപ്പോൾ ഈ ISOയിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ISO യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും വരുന്ന ചില കുഴപ്പങ്ങളുണ്ട്, ചില നല്ല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം നിങ്ങളിപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ISO യൂസ് ചെയ്തിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ചേഞ്ചസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ISO മാക്സിമം ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫോട്ടോയുടെ ക്വാളിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം വരും. അതുമാത്രമല്ല ചെറിയൊരു ഗ്രെയിൻസ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ആ ഫോട്ടോ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാർക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കേണ്ട ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ISO യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കല്ലേ. എക്സ്റ്റേണലായിട്ട് ഒരു ഫ്ലാഷോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റ് സോഴ്സും കൂടെ യൂസ് ചെയ്താൽ ആ ഫോട്ടോ കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫോട്ടോ വൈബിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഇൻസ്റ്റയുടെ ലിങ്കും കൂടെ കൊടുത്തേക്കുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോഗ്രാഫി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പറ്റുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.